ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. കേറ്, ചന്തിക്ക് സൂചി വെക്കാൻ പോവാണ്. കേറ് കേറ്. അലയൊക്കെ വെക്കണ്ടോ? ഇല്ലേ? കയറാൻ പറ്റുന്നില്ലേ? ഗായ്സ്, അങ്ങനെ രാവിലെ നമ്മൾ എവിടേക്ക് എത്തിയിട്ടുള്ളത് അലേഹന്റെയും അലന്റെയും ശുണ്ടിക്ക് സൂചി വെക്കാൻ വന്നിരിക്കാണ് ഗായ്സ്. അപ്പൊ ഈ ചെറിയൊക്കെ ഉണ്ടാവും. അലയൊക്കെ വെക്കണോ? അലയൊക്കെ 1.5 വയസ്സിന്റെ ആയില്ലേ? നീ വെക്കണ്ട, അനക്ക് വെക്കണ്ട. അങ്ങനെ കഴിച്ച് നമ്മുടെ അലൻ്റെ 2ാമത്തെ പോളിയോ വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബുധനാഴ്ച നമ്മളവിടെയൊക്കെ വെക്കൽ. നിങ്ങളവിടെയൊക്കെ ഏതൊക്കെ ആഴ്ചയിലാണ് വെക്കണമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ദാസീനു കുട്ടനായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വണ്ടി തിരിച്ചു തട്ടെ, കാരണം റോട്ടിലെ വണ്ടി നിൽക്കുന്നത്. അനക്ക് വെക്കണോ സൂചി? കഴിച്ച് 2 ആൾക്കും വെക്കാൻ അയക്കണേ. പക്ഷെ ഇന്ന് നമ്മൾ ഒരാൾക്കേ വെക്കണുള്ളൂ, കാരണം 2 ആളെയും പാടെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ആദ്യം നമുക്ക് അലന് വെക്കാം, അടുത്ത ആഴ്ച അലേഹക്ക് വെക്കാം. അലേഹക്ക് ഓൾറെഡി ഇതൊക്കെ വെക്കല് കഴിഞ്ഞാണ് കേട്ടോ. അല്ലേ അലേഹ? അലേ ബേ എവിടെ അലേഹ? തോക്ക് ബേ എവിടെ? എന്തായാലും സിനു ഉള്ളിൽ കയറിയിട്ടുണ്ട്. അലേഹനെ ഞാൻ പുറത്തിട്ട് നോക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലേഹക്ക് ഇപ്രാവശ്യം വെക്കണില്ല. അലേഹക്കും വെക്കാനായിട്ടുണ്ട്. 2 ആളെയും പാടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. 2 പേരും കരച്ചിലും നൊണ്ടലും ആവും. അതുകൊണ്ട് ആദ്യം ഒരാൾ വെച്ചിട്ട് ഒരാൾ അടുത്ത ആഴ്ച വെക്കാം കേട്ടോ. അപ്പോൾ അലേഹയാണ് ഇപ്പോൾ ആ ഒരു ഭാഗ്യവതി. അലേഹക്ക് പ്രാവശ്യം വെക്കണില്ല. അലേഹ കുട്ടികളെ കരച്ചിൽ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുക. ഇവിടെ ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളാണെന്നുണ്ടെങ്കിൽ വേറെ മക്കളാണെന്നുണ്ടെങ്കിൽ ഈ പിഞ്ച് മക്കളിങ്ങനെ കുത്തുമ്പോഴുള്ള വേദനയും അതിറ്റൊക്കെ ഇത് എന്താ സംഭവം എന്ന് അറിയാത്തുള്ള നിലവിളിക്കലൊക്കെ ഉണ്ടല്ലോ. അത് കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്. നമുക്കിവിടെ കണ്ടിരിക്കാൻ കഴിയില്ല കഴിച്ച്, കാരണം പച്ച മണ്ണുകൾ ഇങ്ങനെ കുത്തുമ്പോൾ. പിന്നെ ഇത് വെക്കേണ്ട ആവശ്യം എല്ലാവരും വെക്കുമ്പോൾ നമ്മൾ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, കുറേ പേര് ഇത് വെക്കണ്ടെന്ന് പറയും. വെക്കാത്ത ആളുകളുണ്ട്, വെക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചാലും വെച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും നമുക്കറിയില്ല. എല്ലാവരും വെക്കുന്നുണ്ട്, നമ്മളും വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അലൻ്റെ 2ാമത്തെ കുത്തിവെപ്പ്. അനിയന് പ്രാണവേദന, താത്താക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഓൻ അതിൻ്റെ ഉള്ളത് കുത്തിയിട്ട് നിലവിളിക്കുക. ഇവിടെ ഒരാൾ കണ്ടോ? അടുത്ത ആഴ്ച എന്നെ കാണിച്ചരാടി. അടുത്ത ആഴ്ച ഞാൻ എന്നെ കാണിച്ചരാ കേട്ടോ. നോക്കാം ബേ കരീനോക്കാം. പാവ ബേ കരീനുണ്ടോ? അങ്ങനെ ഗൈസ് പോളിയോ വെച്ച് സക്സസ് ആയി വരുന്നുണ്ട്. കരഞ്ഞില്ലല്ലോ? ചെറിയൊരു ആർപ്പുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര അല്ലല്ലോ. ഇതൊന്നുള്ളൂ. ഇതെവിടെ വെച്ച്? ചന്തിമേ ഐബു. എൻ്റെ ഐബുവിനൊക്കെ കുത്തി നാസാക്കി മക്കളെ. ഐബുവിനൊക്കെ അല്ല ഐബു അലേക്ക് വെക്കണോ? വേദന ഉള്ളതാണെങ്കിൽ വെക്കണം. അതിന്റെ ബുക്കും കൊടുന്നില്ലല്ലോ. 2 ഉണ്ടോ? ഇനി ഐബുവിനെന്നാ? ഇനി ഐബുവിന് വെക്കാണ്ടോ? അവൻ്റെ കുട്ടീൻ്റെ കണ്ണിലൊക്കെ വെള്ളം വർക്ക് അല്ലേ? എന്നാ പാല് കൊടുത്തിട്ട് വാ അലേഹ. അല്ലേ ഇനിയിപ്പോൾ ഏതായാലും പോവാ. അല്ലല്ല വേഗം പോവാ. അല്ലല്ല ഇനിയിപ്പോൾ ഒരുമിച്ച് പോവാ. അലേഹ ചുമ്പുണ്ടാക്കടി. മക്കളെ ഇതെല്ലാം ഇവിടെ ഏർപ്പാക്കി. പഠിച്ചോനെ എന്നെ പിടിച്ചോക്കും. ഇങ്ങോട്ട് പോരെ. എന്ത് കാട്ടിക്കണല്ലേ? അനക്കൊരു സൂചി വെച്ചാലോ? ഇതൊക്കെ ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ ഇവിടെ ഞാൻ സൂചി കൊണ്ട് വെപ്പിക്കുന്നു. നോക്കോ, ഡാൻസ് കളിച്ച ഒന്നുകൂടി കളിച്ച അപ്പൊ കാണട്ടെ. ഡാൻസ് കളിക്ക്. അപ്പൊക്കൊരു ഡാൻസ് കളിച്ചോണ്ടാ. കൊഞ്ചല്ലേ പെണ്ണേ, നീ കൊഞ്ചിക്കളിക്കല്ലേ പെണ്ണേ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണേ. നമ്മൾ പോളിയൊക്കെ വെക്കല് കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അല്ലേ? അല്ലേ നോക്കിയിറങ്ങേ. 3 7 ഇങ്ങോട്ട് വാ. അങ്ങനെ ഗൈസ് അലേഹ പാല് കുടിക്കുന്നു, അലൻ കടന്നുറങ്ങുന്നു. സിനുദാ കൊറിയർ വാങ്ങാൻ വേണ്ടി പോയിക്കണു അല്ലേ? ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പച്ചക്കറി കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് ചെല്ലാം. ഉമ്മ അവിടെ ഉണ്ട്. അലേഹ എവിടെ? ഇനി എന്താ വാങ്ങാനുള്ളത്?
പമ്പേഴ്സ് ഉണ്ടോ? ജാമു ആണോ? അച്ചാർ ഇന്നലെ വാങ്ങി വന്നിട്ടുണ്ട്. അല്ലേക്ക് എന്ത് മീനാ വേണ്ടിയാലേ? എത്ര മീനായിരിക്കുന്നത്. മീൻ വേണോ? മീന് അങ്ങനെ ഗൈസ് സൂചിയൊക്കെ വെച്ച് എൻ്റെ ഐബ് കിടക്കണമൊക്കെ. ഇന്നിപ്പോൾ പണിയായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ. സാധാരണ രണ്ടാമത്തെ കുത്തിവെപ്പിന് എത്ര എണ്ണം ഉണ്ടാവുക? അലേക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു എന്നോട് പറയുന്നത്. എത്ര എണ്ണം ഉണ്ടാവുക? ECGയോ? ECG ഒക്കെ എടുക്കണം. ECG പറഞ്ഞാൽ മാറി. ആർക്കാ? അലേക്കോ? അല്ലനോ? ഇത് രണ്ടാമത്തല്ലേ വെക്കണേ? രണ്ടാമത്തെ ഫസ്റ്റത്തെ ഹുബിൾക്ക് 3 എണ്ണം വെച്ചു അറിയണേ. ആദ്യം കോൾക്ക് വെച്ചിട്ട് ആദ്യം കോൾക്ക് എത്ര വെച്ച്? 2? എന്താ അറിയില്ല. അങ്ങനെ കഴിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇന്നലെ വാങ്ങിക്കണേ. അങ്ങനെ കിച്ചണിലെത്തി കഴിഞ്ഞപ്പോൾ കിച്ചണിൽ ഉമ്മ നല്ല പണിയിലാണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 3 ടൈപ്പ് ഓഫ് മീനുകളാണ് ഗൈസ്. ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ മാന്തൾ വാങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഐക്കോറ വാങ്ങണ പെരയിൽ അല്ലേ? അത് ഐക്കോറയാണ്. ഉമ്മാക്ക് തന്നെ അറിയില്ല അത് ഐക്കോറയാണോന്ന്. ഐക്കോറയൊന്നും ഗൈസ് ഞങ്ങൾ കഴിക്കലുണ്ടായിരുന്നില്ല. ഞങ്ങൾ വാങ്ങുന്ന ഉമ്മ എത്രയെന്നല്ല, ഒരു 100 മത്തി അല്ല എത്ര, ഒരു കിലോ മത്തി. ആ മത്തി എത്ര ദിവസം ഉണ്ടാവും? 1/2 കിലോ മത്തി ഒരാഴ്ച ഉണ്ടാവില്ലേ? ആരാ തിന്നാനില്ല. പിന്നെ കഷ്ണ മീൻ വാങ്ങലും ഒക്കെ കണക്കാണ്. ഞങ്ങൾ ചെറുമീനുകൾ മാത്രമാണ് ഇത്രയും കാലം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ നമുക്കൊരു വരുമാനം വരൽ തുടങ്ങിയപ്പോൾ മുതലാണ് കഷ്ണമീനും ചിക്കനൊക്കെ ഇടക്കിടക്ക് നമ്മുടെ പെരയിൽ വാങ്ങണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാവല് അല്ലേ? വിരുന്നുകാരോ പെരുന്നാളോ നോമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങും. പിന്നെ ഇറച്ചി കിട്ടിയായിരുന്നത് വല്ല 4 പുറത്ത് മുടി അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഉദയത്തിൻ്റെ ഇറച്ചി ഇറക്കുമ്പോൾ അല്ലേ? അല്ലാതെ നമ്മൾ ഇറച്ചി വാങ്ങലില്ലല്ലോ. ആര് കൂട്ടുകാരൻ കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്താക്കും, ഇതിൻ്റെ ഒന്നും രുചി നമുക്ക് അത്ര ഇതല്ല, അറിയില്ല. ഇതിപ്പോൾ രുചി അറിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഇല്ലാത്തൊരു ദിവസം ഇവിടെ അല്ലേ? ഇപ്പം എന്നും മീൻ വേണം, എന്നും ചിക്കൻ വേണം, എന്നും ആർക്കും ഉമ്മാക്ക് ഉപ്പേരി മതിയതാണ്. 10 ദിവസം വൈദ്യുതി ഉപ്പേരി കഞ്ഞിയോ? ഓക്കെ. ഇതിപ്പോ എന്താ മസാല തിരുമ്പേ? ഇതിപ്പോ തിരുമ്പി വെക്കണം കുറച്ചു നേരം. കുറച്ച് പൊരിച്ചാൽ മതി, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചോളി. ചെമ്മീന് മസാല തിരുമ്പി വെച്ചോളി, രാത്രി പൊരിക്കാം. ചെമ്മീൻ സീന് പൊരിച്ചോളൂ. ചെമ്മീൻ്റെ ആളോളാണത്. അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെ പോളിയോ വെക്കലും കഴിഞ്ഞു. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തായാലും ഒരാൾ കസാലമ്മ കയറുന്നുണ്ട്. അതിനോട് കയറി ഇരുന്നതിനുള്ളൊരു സന്തോഷമുണ്ട് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇതൊക്കെ പൊരിച്ചിട്ട് ചോറ് കിട്ടട്ടെ കുറച്ച്.